ഉം. ഈ പൂച്ചക്കുട്ടിനെ ഞാൻ കൊണ്ടുപോകും പോകുമ്പോ. അതല്ല ഇണങ്ങിയേക്കണു. ഉം. അന്റെ പൂച്ചക്കുട്ടിനെ കൊണ്ടുവരുമ്പോ ഇവിടെ ഒരു പൂച്ചക്കുട്ടി കമ്പനിക്ക് വേണ്ടേ? അത് പറ്റും. നാടൻ പൂച്ചന്റെ കൂടെ തന്നെ എന്റെ പൂച്ചക്കുട്ടിനെ ഇടാൻ തീർന്നു ഞാൻ പണക്ക്. ഇത് പെണ്ണാടി ആണല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ആ ഓള് പൂച്ച പറഞ്ഞാൽ പുറത്തൊക്കെ പോണ പൂച്ചയാണ്. അത് എവിടെയും പോയി തൊട്ടലും മാന്തലായിട്ട് ഇതിനെ പറ്റൂലേ. ആ അങ്ങനെയുണ്ട്. അത് ശരിയാണ്. അതും ശരിയാണ്. നമ്മള് നാടന്. ഒരു ഇവർക്ക് വേഗം പ്രേസില്ല. ഇൻഫെക്ഷൻ വരും. പേർഷ്യൻ പൂച്ചക്ക് വേഗം ഇൻഫെക്ഷൻ വരും. എന്തിനാടോ കരയണത്? നമ്മള് ഫോൺ വിളിച്ചിട്ടല്ലോ. മേ 3 പേരും അച്ചിങ്ങിലുണ്ട്. ഞാൻ ലൈവക്ക് തിരിഞ്ഞോട്ടോ കേസ്. എന്തിനാ കരയണേ? എന്തെങ്കിലും ഞാൻ ഓടും. ഈ ഫുഡ് അയച്ചോ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇത് പറ? എനിക്ക് മലയാളത്തിലാ വരുന്നേ. ആ എനിക്ക് ഇംഗ്ലീഷിലാ വരുന്നേ. അതെന്തെങ്ങനെ? എനിക്കറിയില്ല. ഈ ഇംഗ്ലീഷ് വരുമ്പോ മലയാളത്തിലാക്കി എന്താ കാട്ടല്? അത് എനിക്കും അറിയില്ല. ഞാൻ അമ്മ ടച്ച് ചെയ്യുമ്പോ മേലെ വരില്ല. എനിക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പോ ടൈം ഔട്ട് കൊടുക്കും. അവിടെ നോട്ടാ. എനിക്ക് ഇംഗ്ലീഷ് അറിയാലോ. എനിക്ക് കിട്ടി. കിട്ടി. അതിന് തൊടുമ്പോ മേലെ മലയാളം വരുന്നുണ്ട്. പൂച്ച പൂച്ച ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിലോ? അമ്പുഷോന്നേ. എന്റെ അടുത്ത് ഒരു ആൺകുട്ടി 2 പെൺകുട്ടികളെ. ഓള് പ്രേശന. നമ്മള് നാടനാ. എന്റെ ഒരു പൂച്ചന്ന് ചത്തടോ. ഞാൻ നായി പറയാതൊക്കെയല്ലേ. അല്ലാ ഇന്ത്യ എന്റെ ഒരു പൂച്ചന്ന് ചത്തു. ഒരു ഊട്ടിപ്പൂച്ചന്റെ കുട്ടീനേനോ ഒന്ന് ചത്തു. പാവം എന്ന് പറയുന്നുണ്ട്. ഇയാള് ഫുഡ് കഴിച്ചോ ദീപു? ദീപു ഫുഡ് കഴിച്ചോ? എനിക്ക് ബ്ലൂ കൊടുക്കാനായി. ഹിന്ദി മതിയോ? ഹിന്ദി എഴുതിച്ചാണ്ട് വായിച്ചേണ്ടി വരും. ഞാൻ വായിച്ചില്ല. ഓടി വരൂ ഗേസ്, ചാടി വരൂ. ഈ പൂച്ചക്കുട്ടി കടിച്ചു. ഇജ്ജ് വരുമ്പോ പൂച്ചക്കുട്ടിനെ കൊണ്ടുവരണ്ടേടി. ഞാൻ കൊണ്ടുവരും. ഡിക്കിലിട്ട് കൊണ്ടുവരാനല്ലേ ഈ പറഞ്ഞ ഫ്രീ ആക്കാന്. പറഞ്ഞ കേക്കാം. ഡിക്കിലിട്ട് കൊണ്ടുവരാന്. ഇന്നെ ഈ പൂച്ച നക്കണു. അതാ ഹിന്ദി മതിയോന്ന് ചോദിക്കണ്ട്. ഹിന്ദി മത്തായി. ഹിന്ദി മാലുനഹി. മലയാളം. എനിക്ക് നീലയോ പൂച്ചയോ പച്ചയോ വേണ്ട. എനിക്ക് മഞ്ഞ. ഓടി വരൂ ഗേസ്, ചാടി എന്റെ വരൂ. വൈറ്റ് ആണ്. വൈറ്റ്. ഓളത് വെള്ളപ്പൂച്ചയാണ്. എന്റേത് ഒരുമാതിരി കളറായിരുന്നു. ഞാൻ ഷോർട്സിലൊക്കെ ഓളത് മറ്റേ പാമ്പൻ കളർ പോലത്തെ കളറാണ്. മറ്റേ പച്ചയും കറുപ്പും കൂടി വരഞ്ഞൊരു സൈസാ. ഇപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു കുറെ ചത്തത്. ഞാൻ ഇത്രയും നേരം നുളോളിച്ചോണ്ട് ഉറങ്ങിയതായിരുന്നു ചത്തപ്പോ. എനിക്ക് നീലയോ പച്ചയോ വേണ്ട. എനിക്ക് ഞാൻ എങ്ങനെ ഓർത്തുള്ള കൊണ്ടിരിക്കുക ആ കളറ്. നല്ല കളറാ. ചത്തടി ചത്തു. എല്ലാം പോയി. 4 കുട്ടികളില്ലേ 4? ഇതിന്റെ സ്റ്റാറ്റസ് ഉണ്ടല്ലേ പാമ്പ്. അയ്യോ പാമ്പ്. ഓടി വരൂ ഗേസ്, ചാടി വരൂ ഗേസ്, കമന്റ് ഇടൂ. 2 പേര് വാച്ചിങ് താഴോട്ട് ഇറങ്ങി വരും 2 പേര്. ഷോർട്സ് വരണെങ്കിൽ പോസ്റ്റ് ചെയ്താണ്ടിട്ടോ. എന്റെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യാനായിട്ട് 2 ആളും. 4 പേരുണ്ട് അവിടെ. അപ്പൊ 4 പേരുണ്ട്. ഒന്ന് താഴോട്ട് ഇറങ്ങി വരൂ. ലൈവിലേക്ക് സ്വാഗതം. താഴോട്ട് ഇറങ്ങി വരൂ. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇവളൊക്കെ ഒന്ന് കൂടി സബ് ഞാൻ ചെയ്യട്ടോ. പറ്റ കേടുന്ന ഗുണ ഗേസ്. എന്റെ നാസറൊക്കെ അവിടെ കടന്നുറങ്ങാനാകും. ഞാൻ മിക്കവാറും രാത്രി ലൈവ് ഇടും. എനിക്ക് കമന്റ് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ജെയ്സ് അടുത്ത അല്ല ഗൈസ്. എന്തായാലും മടിയില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്നോട് ഉദ്ദേശിച്ചത്. ഒരാൾക്ക് മനസ്സിലായി മതി. ഇത് ഫേസ് ബാക്ക് ക്യാമറ ആക്കിക്കളാന്റെ മുഖം കാണുന്നുണ്ട്. ക്യാമറ ബാക്ക് ആക്കിക്കളാ. ഫോട്ടോ വെച്ചിട്ടും കാര്യമില്ല. ഫോട്ടോ അതിന്റെ വെച്ച ഹാഫ് സൈസ് ഫോട്ടോ ചെയ്തുണ്ടാവൂലേ? ഹാഫ് സൈസ് ഫോട്ടോ ചെയ്തുണ്ടാവൂലേ? എങ്ങനെ ആയാലും ഫോട്ടോ മുഖം കാണും. ഇപ്പൊ ഞാൻ എന്റെ മുഖം കാട്ടി ഇവിടെ മുഖം കാണും. ഞാൻ കാണിച്ചു തരാം. ഞാൻ മുഖം കാണിക്കണില്ലല്ലോ എന്റെ. ഇനി ക്യാമറ ബാക്ക് ആക്കിക്കള പാത്തുമ്മ. ഉറക്കത്തുനിന്ന് നീച്ചതായോണ്ടാണ് ഞാൻ ഫേസ് അത്ര ഇതാക്കാത്തത്. ഉണ്ടോ? ഇപ്പഴാണ് എന്റെ ഫ്രണ്ട് ക്യാമറ ആണ്. അത് ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ടല്ല അങ്ങനെ ആവണേ. ഞാൻ ഇപ്പൊ ബാക്ക് ആക്കി. വെക്കൻ എന്റെ എന്തൊക്കെയാ ഉള്ളത്. മക്കള്? എന്തൊക്കെയാ ഇവിടെ നടക്കണേ? എന്തൊക്കെ ക്യാമറ കാട്ടണേ? ഈ ക്യാമറ കൊണ്ട് എന്താ ചെയ്യുന്നത്? ഒരു ഭൂതത്തിനെ കണ്ടില്ലേ ഗൈസ്? ഒന്നും പുടയില്ല മക്കളെ. ഞാൻ ഈ ബ്ലാക്ക് ആണ് കേട്ടോ. ഓളാണ് ഈ യെല്ലോ കളറിൽ ഇട്ടത്. മുമ്പൊക്കെ ഒത്തും പുടയില്ലേ. മനസ്സം കുടുങ്ങിയിരിക്കണം ഇപ്പൊ. ഞാനാണ്